ഹലോ ഗായ്സ്, അപ്പം ഇന്ന് രാവിലെ കുട്ടികൾക്ക് ചോറിന് കൊണ്ടുപോകാൻ തക്കാളി എടുത്തു. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ കൂടെ അരിഞ്ഞു വെച്ചു. പിന്നെ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് ഇഞ്ചിയും എല്ലാം അത് വേറെ അരിഞ്ഞു വെച്ചു. റവ വറുക്കാത്ത റവയാണ്, അപ്പോൾ അതൊന്ന് വറുക്കണേണ്. വറുത്തിട്ട് വേണം ഉപ്പുമാവ് ഉണ്ടാക്കാൻ. അതേ റവ വറുത്ത് കഴിഞ്ഞു. അപ്പം ഞാൻ വേറെ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിക്കണേണ് ഗൈസ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നാലും എണ്ണയിലോട്ട് ഇടാം. ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ കേട്ടോ. ഉപ്പുമാവിന് വെള്ളമൊക്കെ ഞങ്ങളുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറ് തിളക്കാറായി. ഇന്നലത്തെ രാത്രി വെച്ച ചോറാണ്, ഞാൻ തിളപ്പിച്ച് ഊറ്റാൻ വെച്ചതാണ്. പിന്നെ തക്കാളി വാട്ടാൻ വെച്ചു. അപ്പം അത് ഒന്ന് വായൻ്റെ കഴിയുമ്പോൾ അറിയാവും. അപ്പം ജോലിയൊക്കെ ഒരുവിധം ഒതുങ്ങി. ഞാൻ ഇത്തിരി ചായ വെച്ചതാണ്. പിന്നെ ഈ പപ്പടം ഉപ്പുമാവിന് കഴിക്കാൻ വേണ്ടിയിട്ട് വറുക്കാമെന്ന് വിചാരിച്ച്. ഇത് വാങ്ങിച്ചത് എവിടെ നിന്നാണെന്നറിയാവോ? ഇതുണ്ടോ, ഇത് വാങ്ങിച്ചത് മറ്റേ കാർണിവലിൻ്റെ സ്ഥലത്തു നിന്നാണ്. എറണാകുളത്ത് കാർണിവൽ അവിടെ നിന്ന് മേടിച്ചതാണ്. നല്ല പപ്പടമാണ്, ചോറിനും കഴിക്കാം, വെറുതെയും കഴിക്കാം. ഈ കളറൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. നല്ല പപ്പടമാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതും വറുക്കാം ഉപ്പുമാവിന്. അപ്പോൾ പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മുട്ട ഇടിച്ച മുളകിട്ട് പൊരിച്ചതാണ് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഗോഡ്വിൻകുട്ടനും ഗ്ലോറിയാക്കും ചോറ് എടുത്തിട്ടുണ്ട്. തക്കാളി വാട്ടിയത്, ഗോഡ്വിനും തക്കാളി വാട്ടിയത് എടുത്തത് വേണ്ട ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത്തിരി ചമ്മന്തിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ അത് കുറച്ച് ചോറിൽ വെച്ച് കൊടുക്കണമാണ്. പിന്നെ മുട്ട പൊരിച്ചതുണ്ട്. മുട്ട രണ്ട് പേർക്കും മുട്ട പൊരിച്ചത് വെച്ച് കൊടുത്തു. പിന്നെ ഉപ്പുമാവ് എടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പപ്പടം ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പപ്പടവും കൂട്ടിയാണ് ഇന്ന് ഉപ്പുമാവ് കഴിക്കുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഫുഡ് ഇതൊക്കെയാണ്. അങ്ങനെ ഗൈസ്, അമ്മ ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് അമ്മ ചായ കുടിക്കണേന്. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോണ കേട്ടോ. എല്ലാവരും ചായ കുടിച്ചോ രാവിലത്തെ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ രാവിലെ എനിക്കിതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.